ടി.പി. സെൻകുമാർ, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇന്ന് ജയകൃഷ്ണൻ നൽകിയ മറുപടി, അതിൽ അങ്ങ് തന്നെയാണ് ഈ മധുബാബുവിനെ അടക്കം രക്ഷിച്ചത് എന്നുള്ള ആരോപണം വീണ്ടും ഉണ്ടാവുകയാണ്. അങ്ങ് DGP ആയിരുന്ന സമയത്താണ് ആ ശുപാർശ അട്ടിമറിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്താണ് അങ്ങേക്കതിൽ പറയാനുള്ളത്? ഞാനത് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം തൊട്ട് തുടങ്ങി. 2012 എന്നാണ് സംഭവം എനിക്കറിയില്ല. 2012 ആഗസ്റ്റ് മാസം കഴിയുന്നത് വരെ ശ്രീ ജേക്കബ് പുന്നൂസ് ആയിരുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫ്. 2012 സെപ്റ്റംബർ മുതൽ 2015 മെയ് വരെ ശ്രീ ബാലസുബ്രഹ്മണ്യം ആയിരുന്നു DGP അല്ലെങ്കിൽ SPC. 2015 ജൂൺ 1 മുതല് അല്ലെങ്കിൽ 2016 മെയ് 31 വരെ ആയിരുന്നു ഞാൻ DGP. 2016 ഞാൻ മാറിയതിന് അല്ലെങ്കിൽ എത്തിയതിനു ശേഷമാണ് ഈ ഹരിശങ്കർ പത്തനംതിട്ട SP ആവുന്നത്. അപ്പൊ ഹരിശങ്കർ ഞാൻ രണ്ടാമത് 2017 DG ആയിട്ട് വരുമ്പോൾ ഹരിശങ്കർ ആൾറെഡി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ AG ആണ്. അപ്പൊ ഹരിശങ്കർ അയച്ച റിപ്പോർട്ട് വരണമെങ്കിൽ ഈ ബെഹ്റയുടെ കയ്യിൽ വരണം. അന്ന് ബെഹ്റയായിരുന്നു SPC ആയിരുന്നു. സമയത്ത് നമുക്ക് ഈ ആയിരക്കണക്കിന് ഫയലുണ്ട്, ഇയാളുടെ ഫയലുണ്ടോന്ന് അറിയില്ല. ഞാൻ ഒരു ഫയലും അതാത് ദിവസം തീർക്കുന്ന ആളാണ്. ഇനി അഥവാ എന്തെങ്കിലും ഫയൽ ബാക്കിയുണ്ടെങ്കിൽ ഹോളിഡേയിൽ വന്നിരുന്ന എല്ലാ ഹോളിഡേയിലും വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ അഥവാ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാനിതിപ്പോ മറ്റൊരു പത്രപ്രവർത്തകനായിട്ടുള്ള മീഡിയ ആയിട്ടുള്ള എന്നോട് പറഞ്ഞത്, ഞാൻ രണ്ടാമത് വന്ന സമയത്ത് അപ്പോഴേ ഈ ഫയല് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയുള്ളൂ. പക്ഷെ ആ സമയത്ത് ഒരു ഓർഡർ കാറ്റിൽ നിന്നുണ്ടായിരുന്നു. അതായത് ഈ മധുബാബുവിനെതിരെ ഒരു നടപടിയും അയാൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസ് തീരുന്നത് വരെ എടുക്കരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കാറ്റിന്റെ ഓർഡർ അനുസരിച്ച് അന്നത്തെ SPC ആയിട്ട് ഒരുപക്ഷെ എനിക്കറിയില്ല, ഞാൻ ഈ കാര്യങ്ങൾ ഓർക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഓർഡർ ഇടുകയാണെങ്കിൽ കാറ്റിന്റെ ഓർഡർ എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അയാൾ മറച്ചു വെക്കുകയാണ്. അതായത് കാറ്റ് മധുബാബു ഇങ്ങനെ ഒരു ഓർഡർ വാങ്ങിച്ചിരുന്നു എന്നും ആ ഓർഡറിൽ കൃത്യമായിട്ട് ഈ മധുബാബുവിനെതിരെ ഇയാൾ കൊടുത്തിരിക്കുന്ന ക്രിമിനൽ കേസ് കഴിയുന്നത് വരെ ആ മധുബാബു ഒരു നടപടി എടുക്കരുതെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഓർഡർ ഉണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഓർഡർ അനുസരിക്കാനേ ഏത് SPCക്കും പറ്റുള്ളൂ. അപ്പൊ ഇതായിരിക്കാം അതിന്റെ കാര്യം. പക്ഷെ ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം. ഹരിശങ്കർ പത്തനംതിട്ട SP ആയിരുന്നത് ഞാൻ SPC ആയിരിക്കുന്ന സമയത്തല്ല. അപ്പോ ആ റിപ്പോർട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കിടന്നിരിക്കും. ഞാൻ SPC ആയിരിക്കുന്ന സമയത്തെ കുറിച്ചല്ല ജയകൃഷ്ണനും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അങ്ങ് DGP ആയിരിക്കുന്ന കാലയളവിലാണ് എന്റെ കേസ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൂടി ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. അതല്ല, അതിന്റെ സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ DGP ആയിട്ട് രണ്ടാമത് വരുന്നത് 2017 മെയ് 5-നാണ്. അതിനുശേഷം ഞാൻ ദിവസം മാത്രമാണ് DGP ആയിട്ടിരിക്കുന്നത്. ചീഫ് കേരള തിരുവനന്തപുരം എന്ന ഹെഡിങ്ങിന് താഴെ അതിൽ പ്രസിഡന്റ് ഡോക്ടർ ടി.പി. സെൻകുമാർ IPS എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ആ ഓർഡറാണ്. അതിലാണ് ആ രേഖകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ജയകൃഷ്ണൻ അങ്ങേക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിലെന്താണ് കാറ്റിന്റെ കാര്യം പറയാത്തത്? കാറ്റിന്റെ ഓർഡർ ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഈ പേപ്പർ കണ്ടിട്ടില്ല, എനിക്ക് ഒപ്പിട്ട കാര്യം ഓർമ്മയില്ല. കാരണം ഇതുപോലെ ആയിരക്കണക്കിന് പേപ്പർ വരുന്നതാണ്. നമുക്കിങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഓർത്തിരിക്കാനൊന്നും പറ്റുന്ന ഒരു കേസായിരുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴറിയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് മധുബാബുവിനെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടിയും അയാൾക്കെതിരെ കൊടുത്തിരിക്കുന്ന ക്രിമിനൽ കേസ് തീരുന്നത് വരെ എടുക്കരുതെന്ന്. അതെന്താ ഇയാൾ മറച്ചു വയ്ക്കുന്നത്? ഓക്കെ.